അപ്പോൾ ഇന്നിതാ അബ്രാറിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ്. എവിടേക്കാന്ന് വെച്ചാൽ വേറെ എവിടെയല്ല, ഞങ്ങളുടെ അബ്രാർ ഫാമിലിയിലെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള കരീംകാട മോൻ്റെ മാരേജ് ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ. എല്ലാ ടീച്ചേഴ്സും ഇല്ല, വളരെ കുറച്ച് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ മനസ്സിലാക്കിയത്, വലിയൊരു അബദ്ധം. അതായത് എൻ്റെ ഫോണിലെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അങ്ങനെ നീമ ടീച്ചറുടെ ഫോണിലാണെന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ദാ പാട്ടും താളവും മേളവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു അടിപൊളി മാരേജ് ഫംഗ്ഷൻ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല, കാരണം ഞങ്ങൾക്കൊക്കെ വീട്ടിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. ഇപ്പം തന്നെ സമയം ഒരുപാടായി. അങ്ങനെ ദാ പുതുമാരനും പുതുനാരിയൊക്കെ ഹാളിലെത്തി. അവർ സ്റ്റേജിൽ കയറി കുറച്ച് നേരം അവിടെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ താഴേക്ക് എത്തി കേട്ടോ. താഴെയാണ് ഡൈനിങ് ഏരിയ. അങ്ങനെ ഞങ്ങൾ നേരെ താഴേക്ക് എത്തി ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. കാരണം നമ്മുടെ ബസ് ഡ്രൈവർ കാക്കു നമ്മളെ വേഗം ഹാളിൽ നിന്ന് താഴേക്കും അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിന്നെ വേഗം ഞങ്ങൾ വണ്ടിയിലേക്കൊക്കെ എത്തിക്കാനുള്ള ധൃതിയിലായിരുന്നു. കാരണം ഞങ്ങളെ ഉത്തരവാദിത്വത്തോടു കൂടി സ്കൂളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളത് കാക്കുയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ വേഗം ഡൈനിങ് ഏരിയയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ സാറുമാരൊക്കെ എത്തിയത്. അവർ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ വേഗം തിരിച്ച് സ്കൂളിലേക്ക് വരികയാണ്, പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ അബ്രാർ ഫാമിലിയിലെ ഒരു ചെറിയ മാരേജ് ഫംഗ്ഷൻ. ഇനി അടുത്തൊരു വിശേഷമായി കാണുന്നത് വരേക്കും ബൈ.